നമുക്ക് കുറച്ചേരം ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ? കുറച്ചു നേരം ഇരുന്നിട്ട് നടക്കാം. വാ, ഇവിടെ ഇരിക്കാം. നിധി, എന്താ പറയാ? ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ? എന്താ ഗൗതം ഇത്? നിനക്കിപ്പോ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ആ, ഇങ്ങനൊക്കെ ചോദിക്കുമ്പോ സത്യം പറഞ്ഞാൽ ദേഷ്യം തോന്നുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും കൊണ്ടും പറഞ്ഞതല്ല. ഇപ്പൊ നിന്റെ ഹസ്ബൻഡ് ഒരു ബിഗ് സീറോയാ. എവിടെ നിന്ന് തുടങ്ങണമെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. ദാഹിക്കുമ്പോ ഒരു കുപ്പി വെള്ളം പോലും വാങ്ങിത്തരാൻ എൻ്റെ കയ്യിൽ പണമില്ല. അന്തസ്സില്ല, കാറില്ല, വീടില്ല. എല്ലാം നഷ്ടപ്പെട്ട ഒരുത്തൻ. ഒരപേക്ഷ എനിക്ക് നിന്നോടുള്ളൂ. ദയവ് ചെയ്ത് എന്നോട് ദേഷ്യം തോന്നരുത്. പ്ലീസ് ഗൗതം, ഇങ്ങനെയൊന്നും പറയില്ലേ. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുമ്പോൾ ഈശ്വരമംഗലത്ത് ഗോപിനാഥന്റെയും പാർവതിയുടെയും മകനായിരുന്നു ഞാൻ. ഈശ്വരമംഗലത്തെ വസുന്ധരാ മേഡത്തിന്റെ മാനസപുത്രനായിരുന്നു. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അധിപനായിരുന്നു. പക്ഷെ ഇപ്പോഴോ? ഇപ്പോൾ ഒരു മഹാദരിദ്രൻ. എന്നെക്കുറിച്ച് ഗൗതം ഇതുവരെ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഗൗതമിന്റെ ബാങ്ക് ബാലൻസും അന്തസ്സും ബന്ധുമിത്രാദികളെ ഒന്നും നോക്കിയല്ല ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത്. എന്റെ കഴുത്തിലെ താലി വീണതിന് ശേഷം എന്നും ഒറ്റ പ്രാർത്ഥന എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഞാൻ മരിക്കുവോളം ഗൗതമിനൊപ്പം ജീവിക്കാൻ കഴിയണേ എന്ന്. അതിന് ഏതവസ്ഥയിലായാലും ഗൗതമിനോടൊപ്പം ഞാനുണ്ടാവും.